ആ നിങ്ങൾ പോയിട്ട് ഇത്ര പെട്ടെന്ന് എത്തിയാ? എത്തിയേ ഉള്ളു. എങ്ങനെ പോയാലും ഒരു 100-500 രൂപ വല്യച്ഛൻ എനിക്ക് വേണ്ടി തന്നു വിടാതിരിക്കൂല. ആഹാ അമുക്കൂസിരുന്ന് അമങ്ങണ കണ്ടില്ലേ? ഇവള് കിട്ടിയാലും കിട്ടിയില്ലെന്നേ പറയുള്ളൂ. അയ്യോ, ഇവിടെ കിട്ടിയാ പിന്നെ നോക്കണ്ട, ചിട്ടി വട്ടി പാട്ടേന്ന് പറഞ്ഞ് തീർത്ത് കാണും. ഒരു ചെറിയ നമ്പർ ഇറക്കി നോക്കാം. നിങ്ങൾ എത്ര മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയത്? ഒരു 2 മണിയാവും. ഒരു 2-2:30 ആയപ്പോ വല്യച്ഛൻ എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് എന്തൊരു പറഞ്ഞു? കുറെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയാൻ ചെയ്ത്. അക്കോർഡിംഗ് ടു സൈക്കോളജി അവരുടെ കൃഷ്ണമണി ഇടത്തോട്ട് പോവുകയാണെങ്കിൽ അവരെന്തോ എന്നോട് മറക്കുന്നുണ്ട്. ഇതെന്തോന്ന് കൃഷ്ണമണി കൊണ്ട് ഭരതനാട്യം കളിക്കണം? എന്റെ മുതുകുളം മുത്തപ്പ. ഇതെന്തോന്ന് തെക്കോട്ടും വടക്കോട്ടും ഇതെങ്ങോട്ടൊക്കെ പോണത്? തൊലിച്ച്. ഇവർക്ക് ഈ സൈക്കോളജി അറിയാമെന്ന് തോന്നുന്നു. ഇനിയാണ് എന്റെ തുറപ്പിച്ചിട്ട്. പിന്നെ നിങ്ങൾ അവിടെ നിന്ന് എന്തൊക്കെ ചെടിയാ വടിയാക്ക ഒടിച്ചെടുത്തോണ്ട് പോകുന്നെന്നും വല്യച്ഛൻ പറഞ്ഞായിരുന്നു. അതും പറഞ്ഞ അതൊന്നും ഇല്ലടോ, 1-2 റോസ ചെടികൾ. ടൈമായി. 2 എണ്ണം കൂടെ ടെൻഷൻ അടിച്ചിരുന്ന് പെരുക്കുന്നുണ്ട്. പിന്നെ വല്യച്ഛൻ എനിക്ക് വേണ്ടി ഒരു 500. അത് മക്കളെ, നിനക്ക് വേണ്ടി വല്യച്ഛന് ഒരു 1000 രൂപ തന്നായിരുന്നു. 1000 രൂപ വല്യച്ഛൻ ചെന്ന ഉടനെ ആ പൈസ വാങ്ങിക്കണേന്ന് എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞായിരുന്നു. വരണ വഴിക്ക് ചാളയും കുറച്ച് സാധനങ്ങൾ മേടിച്ച്.